പെരിയാർ തീരത്തെ റവന്യൂ ഭൂമിയിൽ വൻ കയ്യേറ്റം നടന്നതായി ആരോപണം. ഇവിടെ 6 പോസ്റ്റുകൾ സ്ഥാപിച്ചു വൈദ്യുതി കണക്ഷൻ എടുത്തതായും ശ്രദ്ധയിൽപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിക് പോസ്റ്റ് വലിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അതിനാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരുടെയും സ്വകാര്യ വ്യക്തിയുടെയും പേരിൽ നടപടി സ്വീകരിക്കണമെന്നുമാണ് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ജിജിയുടെ ആവശ്യം. ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൽ പെരിയാർ തീരത്ത് 10 കോടി വിലമതിക്കുന്ന 40 സെന്റ് റവന്യൂ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയതായാണ് ആരോപണം. സ്വന്തം സ്ഥലത്തേക്ക് ഗതാഗത സൗകര്യമുള്ള വഴിയുണ്ടായിട്ടും ദേശീയപാതയിൽ നിന്ന് എളുപ്പത്തിൽ പ്രവേശിക്കുന്നതിനായി കയ്യേറ്റ ഭൂമിയിൽ വഴിവെട്ടുകയായിരുന്നുവെന്നും ഇതിലൂടെ 6 പോസ്റ്റുകൾ സ്ഥാപിച്ച് വൈദ്യുതി കണക്ഷൻ എടുത്തതായും പരാതിയുണ്ട്. 18-ാം വാർഡിൽ തായ്ക്കാട്ടുകര KCB ഗ്യാരേജിനും ഐശ്വര്യ നഗറിനുമിടയിൽ പെരിയാറിലേക്ക് പഞ്ചായത്ത് റോഡിന്റെ അവസാന ഭാഗമാണ് കയ്യേറിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പാർക്ക് പണിയുന്നതിനും ഹരിതകർമ്മസേനയ്ക്ക് MCF പണിയാനും നിശ്ചയിച്ചിരുന്ന സ്ഥലമാണ് പഞ്ചായത്തിലെ ചിലരുടെ ഒത്താശയോടെ 1 മാസം മുമ്പ് കൈവശപ്പെടുത്തിയതെന്ന് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ജിജി പറഞ്ഞു. കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് ഞാൻ സെക്രട്ടറിക്ക് പരാതിയായിട്ട് കൊടുത്തത്. അന്ന് അതിന്റെ തലേന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ സെക്രട്ടറിക്ക് കൊടുത്തു. അതിനൊരു 3 ആഴ്ച മുമ്പാണ് സംഭവം നടന്നിരിക്കുന്നത്. അവിടെ വൻ കാടായിരുന്നു. അത് പെട്രോൾ ഒഴിച്ച് തീയിട്ടിട്ട് ഫയർഫോഴ്സ് വന്നാണ് അത് അണച്ചത്. 2 ദിവസം തീയിട്ടു. ആ 2 ദിവസം തീ അണയ്ക്കാനും ഫയർഫോഴ്സ് എത്തേണ്ടി വന്നു. അങ്ങനെയാണ് ഇത് നടന്നത്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് സെക്രട്ടറി എന്നോട് പറഞ്ഞത്. ഞാനത് കേട്ടു. അപ്പൊ ഇറിഗേഷന് നമ്മൾ പരാതി വെച്ചു. കയ്യേറ്റ ഭൂമിയിലുണ്ടായിരുന്ന വള്ളിപ്പടർപ്പുകളും മറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. ഈ പ്രദേശത്തേക്ക് ഇലക്ട്രിക് പോസ്റ്റ് വലിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സഹായം വേണം. അതിനാൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരുടെയും സ്വകാര്യ വ്യക്തിയുടെയും പേരിൽ നടപടി സ്വീകരിക്കണമെന്നും വലിച്ച പോസ്റ്റുകൾ അവിടെ നിന്ന് മാറ്റാനുള്ള ഉത്തരവിടണമെന്നുമാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ ആവശ്യം. ഈ കയ്യേറിയ സ്വകാര്യ വ്യക്തി കയ്യേറിയത് നമുക്ക് തിരിച്ചു പിടിക്കണം. അത് മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നുമില്ല. അതാരാണ് കയ്യേറിയത്, അപ്പൊ അതാ പോസ്റ്റ് ഊരി മാറ്റി നമുക്ക് ഇത് ഒരു സ്ക്വയർ പീസായിട്ട് നമുക്ക് തിരിച്ചു പിടിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.